താൻ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക്? അയ്യോ, അവിടെ വരുൺ വരണ്ട. അതെ, ഈ നാട് ചുറ്റിക്കറങ്ങി താൻ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോ എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്നില്ലല്ലോ. ഇതിപ്പോ ദൂരേക്കല്ലേ, അവിടെ ഇപ്പൊ എന്താ കുഴപ്പം? എത്ര ദൂരെ ആയാലും അവിടെ മോനെ അറിയുന്ന ആളുകൾ കാണില്ലേ? ആ, അതിനിപ്പോ എന്താച്ചാ, ഏത് തൊഴിലിനും അതിന്റേതായ അന്തസ്സില്ലേ? ഇതിപ്പോ രാധിക ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയല്ലേ? മോനെ, പറയുന്നത് മനസ്സിലാക്ക്. മോന്റെ ആത്മാർത്ഥത ഞങ്ങക്ക് മനസ്സിലാവും. എന്റെ പൊന്നമ്മേ, ആദ്യം ഞാൻ ഇവിടുന്ന് വിദേശത്ത് പഠിക്കാനൊക്കെ പോയില്ലേ? അപ്പോഴൊന്നും ഞാൻ വീട്ടിൽ ക്യാഷ് വാങ്ങിച്ചല്ല പഠിച്ചിരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് അവിടുത്തെ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. അതും ഒരു റെസ്റ്റോറന്റിൽ. അവിടെ മേശ തുടക്കുകയും പ്ലേറ്റ് എടുക്കുകയും എല്ലാം ചെയ്യണമായിരുന്നു. അന്ന് എനിക്കൊരു മാനക്കേട് തോന്നിയിട്ടില്ലല്ലോ. അത് വിദേശത്തല്ലേ? അതെ, വിദേശത്തായാലും ഇവിടെ ആയാലും മേശ തന്നെയല്ലോ അമ്മേ. വരുൺ പറയുന്ന കേക്ക്. എടോ, താൻ ഒരു സംഭവം ചെയ്യുന്നു, ഞാൻ തനിക്ക് ത്യാഗം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെയൊന്നുമല്ല. തന്റെ കൂടെ വരുന്നതും ഇത് കൊണ്ട് കൊടുക്കുന്നതും ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാ. എന്താ അച്ഛ ചെയ്യണ്ടേ? അല്ല മോളെ, മോനിങ്ങനെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് അച്ഛൻ സമ്മതിച്ചു. ഇനി താനായിട്ട് എതിരൊന്നും പറയണ്ട, നടക്കില്ല. തന്റെ ഫോണിലെ കോള് അവരെ വിളിക്കുന്നു. എടുക്കൂ. ഹലോ. നിങ്ങൾ ഫുഡുമായിട്ട് ഇറങ്ങിയോ? ഇല്ല, എല്ലാം റെഡിയായി. ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഞാനൊന്ന് വിളിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ അയച്ച ലൊക്കേഷൻ കിട്ടിയല്ലോ അല്ലേ? ആ, കിട്ടി. ആ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാ. അതിന്റെ അടുത്ത് വരുമ്പോ ഞാൻ ആരെങ്കിലും അവിടെ നിർത്താം. ആ, ശരി സാർ, ആയിക്കോട്ടെ. സാർ, ഇത് കല്യാണം മറ്റോ ആണോ? അതെല്ലാം ഇവിടെ വന്നിട്ട് കാണാലോ. നിങ്ങൾ പുറപ്പെടും. ശരി സാർ.